പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കുവാനും ഈമാനോടുകൂടി കലിമത്തുല്ലി മരണപ്പെടുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടുന്ന ഭാഗ്യവാന്മാരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹറൂമ്യങ്ങളിൽ പെട്ടുപോകുന്ന, അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള തൗഫീഖ് ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന, ഇഖ്ലാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അമലുകൾ പായായി പോകുന്ന ഹതഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏറെ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലും കുടുംബത്തിലുമൊക്കെ സ്വീകരണ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഗൾഫിൽ പോയ ഉപ്പ, സഹോദരൻ 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് വീട്ടിലെ ഉമ്മ വീടെല്ലാം അടിച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കും. നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിക്കും, സോഫയൊക്കെ ക്ലീനാക്കി വെക്കും, നല്ല ഭക്ഷണമുണ്ടാക്കി അത് വിളമ്പും. ഭർത്താവ് 2 വർഷങ്ങൾക്ക് മുമ്പ് പോയതാണ്. അതുപോലെ വല്ല മത്സര പരീക്ഷകൾക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയ നമ്മുടെ മകൻ, അല്ലെ പഠനാവശ്യത്തിന് വേണ്ടി വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോയ മകൻ, അവരെല്ലാം യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ നമ്മൾ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. സർവ്വസാധാരണമാണ്. അതുപോലെ നമ്മളിലേക്ക് ഒരു യാത്രക്കാരൻ മടങ്ങി വരാൻ പോവുകയാണ്. എല്ലാ വർഷവും ആ യാത്രക്കാരൻ നമ്മളിലേക്ക് വരാറുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ എല്ലാ വർഷവും വരാറുള്ള ആ യാത്രക്കാരൻ വരുന്ന സമയത്ത് 2026 എന്ന ഈ വർഷത്തിൽ, 1447 ഹിജ്റ വർഷം എന്ന ഈ വർഷത്തിൽ റൂഹോടുകൂടി നമ്മൾ ബാക്കിയാകുമോ എന്ന് മാത്രമായിരുന്നു നമ്മുടെ പേടി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ യാത്രക്കാരൻ വെറും 19 പകലുകളും 19 രാത്രികളുടെയും അകലത്തിൽ നമ്മുടെ അടുത്ത് നിൽക്കുകയാണ്. ഇന്ന് ശഅബാൻ 11 ഈ വർഷത്തിലെ റമളാനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ കേവലം 19 ദിനരാത്രികൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബാക്കളും ആ റമളാനിലേക്ക് എത്താൻ വല്ലാതെ കൊതിക്കുകയായിരുന്നു, ആഗ്രഹിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഒരുങ്ങുമായിരുന്നു, റെഡിയാവുമായിരുന്നു, തയ്യാറാവുമായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു അതിഥി, ഒരു യാത്രക്കാരനെ സ്വീകരിക്കുന്നത് പോലെ 19 ദിനങ്ങൾക്ക് ശേഷം നമ്മളിലേക്ക് വരാൻ പോകുന്ന അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. നമ്മൾ വീട്ടിലുള്ള കുടുംബക്കാരെ, മക്കളെ, ഭാര്യമാരെ അതിനുവേണ്ടി നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരുങ്ങുക? അത് അമലുകൾ കൊണ്ടാണ് ഒരുങ്ങേണ്ടത്, അമലുകൾ കൊണ്ടാണ് ഒരുങ്ങേണ്ടത്. സാധാരണഗതിയിൽ നമ്മളൊരു ഓട്ടം മത്സരത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ കസേരയിൽ ഇരിക്കാറില്ല. മത്സരം നടക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കാറുമില്ല. സ്റ്റാർട്ടിംഗ് വിസിൽ മുഴങ്ങുന്നതിന് മുമ്പേ തന്നെ അവരവരുടെ ട്രാക്കിൽ നിലയുറപ്പിക്കും. ട്രാക്കിൽ നിൽക്കുകയല്ല അവർ ചെയ്യുക, അവർ മുമ്പോട്ട് തല ഇങ്ങനെ ചേർത്ത് വെക്കും, തല മുന്നോട്ട് ആഞ്ഞു വെക്കും, 2 കൈകളും താഴെ നിലത്ത് പതിച്ചു വെക്കും, മുട്ട് മണ്ണിൽ പൂഴ്ത്തി വെക്കും. അതും വിസിൽ ഉയർന്ന ഉടനെ ശ്രീകൃതിയിൽ സ്പീഡിൽ മുന്നോട്ട് ഓടാൻ വേണ്ടിയാണ്. കാർ റേസിങ്ങും ബൈക്ക് റേസിങ്ങും കുതിര മത്സരമൊക്കെ നമ്മൾ കാണാറുണ്ട്. കുതിര മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥി ആ കുതിരയുടെ കടിഞ്ഞാണം പിടിച്ച് റെഡിയായി നിൽക്കും. കാർ റേസിംഗ്, ബൈക്ക് റേസിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ
അവരവരുടെ വണ്ടി സ്റ്റാർട്ടാക്കി എൻജിൻ ഓണാക്കി ചൂടാക്കി ആക്സിലേറ്ററും ചവിട്ടി മുരടി ഇങ്ങനെ ശബ്ദമുണ്ടാക്കി കാത്തിരിക്കും ഒന്ന് വിസിൽ ഒന്ന് അടിക്കാൻ വേണ്ടി. അതുപോലെ റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസം കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. ശഅബാൻ മാസത്തിൽ നബിതങ്ങൾ ഇങ്ങനെ നോമ്പ് നോറ്റുകൊണ്ടേയിരിക്കും. പ്രവാചകൻ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഈ മാസത്തിൽ നബിതങ്ങൾ ഇനി ഒരു ദിവസവും നോമ്പ് ഒഴിവാക്കൂല എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അങ്ങനെ നോമ്പ് നോറ്റ് ഹത്താ യസ്ല ഇലാ റമളാൻ, ആ നോമ്പുകാരനായിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൽ പ്രവേശിച്ചിരുന്നത് എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ശഅബാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ, റമളാൻ അല്ലട്ടോ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ശഅബാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ കാന സഹാബാക്കൾ കിറാം യഅ്തകിഫൂന അലൽ മസാഹിഫ്, അവർ ഖുർആനിൽ ഇഅ്തികാഫിരിക്കുകയും ഫയഖ്റഉഹ, ഖുർആൻ അധികമായി പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു. വഅഖ്റജു സകാത അംവാലിഹിം തഖ്വിയതൻ ലിളൈഫിഹിം, മദീനയിൽ അന്ന് ബലഹീനരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഒരുപാട് സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം റമളാൻ മാസത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി സമ്പന്നരായിട്ടുള്ള സഹാബാക്കൾ ആ വർഷത്തിലെ അവരുടെ സകാത്തുകൾ കൊടുത്തു വീട്ടിയിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. കാരണം ശഅബാൻ മാസത്തിൽ സമ്പത്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാവങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരും, അവർക്ക് നല്ല ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് റമളാനിന് വേണ്ടി അവർക്കും നോമ്പ് നോക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് സകാത്തുകളൊക്കെ മദീനത്തുള്ള സഹാബാക്കൾ കൊടുത്തു വിട്ടിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. സലമത്തുബ്നു ഖുഹൈൽ എന്ന് പറയുന്ന മഹാനായ താബിഈയായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, യുഖാലു ലിശഹ്രി ശഅബാൻ ഷഹ്റുൽ ഖുറാ, ഞങ്ങളുടെ കാലഘട്ടത്തിൽ ശഅബാൻ മാസത്തിന് ഞങ്ങൾ വിളിച്ചിരുന്നത് ഷഹ്റുൽ ഖുർആൻ ഓതുന്നവരുടെ മാസം എന്ന് ശഅബാൻ മാസത്തെയും ഞങ്ങൾ വിളിച്ചിരുന്നു. കാരണം അത്രയും ആളുകൾ അമലുകളിൽ ഖുർആൻ പാരായണത്തിൽ വ്യാപൃതരായിരുന്ന ഒരു മാസമായിരുന്നു, റമളാനിന് വേണ്ടി ഒരുങ്ങിയിരുന്ന മാസമായിരുന്നു ശഅബാൻ എന്ന്. അംർ ഇബ്നു ഖൈസ് എന്ന് പറയുന്ന മഹാനായ താബിഈയായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ സീറയിൽ താരീഖിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, കാന ഇദാ ദഖല ശഅബാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ അഗ്ലക ഹാനൂതഹു, അദ്ദേഹം തന്റെ ഷോപ്പ് അടച്ചുപൂട്ടുകയും കാന യഅ്തകിഫു അലൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇഅ്തികാഫിലേക്ക് കഴിഞ്ഞുകൂടുകയും ചെയ്യുമായിരുന്നു. പലപ്പോഴും മഹാരഥന്മാരായ താബിഈങ്ങളുടെ സഹാബാക്കളുടെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കും, അവർ സഹാബാക്കളല്ലേ, അവർ താബിഈങ്ങളല്ലേ, അവരെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നമുക്ക് അത്രയൊന്നും അമല് വേണ്ടതില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വായിക്കുകയുണ്ടായി. ഇമാം നവവി റഹിമഹുല്ലാഹ് റിയാദുസ് സ്വാലിഹീൻ എന്ന് പറയുന്ന കിതാബിൽ ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഖ്ബലു സ്വാലിഹൂന അസ്ലാഫൻ, നല്ല മഹത്തുക്കളായിട്ടുള്ള സ്വാലിഹീങ്ങൾ ആദ്യം അവർ ജീവിച്ചു തീരും. വയഫ്ന സ്വാലിഹൂന അൽ അവ്വൽ ഫൽ അവ്വൽ, അങ്ങനെ നല്ല മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെ പതിയെ മരിച്ചു തീരും. നമ്മൾ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉപ്പാപ്പമാർ, അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ ഖുർആൻ പാരായണം, അവരുടെ നല്ല ജീവിതം, അവരുടെ ജീവിതത്തിലെ തഖ്വ എല്ലാം നമ്മുടെ കുട്ടിക്കാലത്തിലും യൗവനത്തിലും നമ്മൾ വളരെ കൗതുകത്തോടുകൂടിയും അത്ഭുതത്തോടുകൂടി മാത്രമേ നമ്മൾ നോക്കി നിന്നിട്ടുള്ളൂ. അങ്ങനെ സ്വാലിഹ്യങ്ങളായ നല്ല മനുഷ്യരെല്ലാം മരിച്ചു തീർന്നു. ഹത്താ ലാ യബ്ഖാ ഹുസാലതു ശഈരി വത്തംർ, പിന്നെ ദുനിയാവിൽ ഭൂമിയിൽ ബാക്കിയാവുക ചില മനുഷ്യരാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുസാലത്തു തംറി വശഈർ, ബാർലിയും ഗോതമ്പും എല്ലാം മില്ലിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയാകുന്ന ഉമിയില്ലേ, ആ ഉമികൾക്ക് തുല്യമായിട്ടുള്ളവർ, ആ ചണ്ടികൾക്ക് തുല്യമായ മനുഷ്യരായിരിക്കും ഭൂമിയിൽ ബാക്കിയാവുക. ഈത്തപ്പഴം ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബാക്കിയാവുന്ന ചണ്ടിയില്ലേ, അങ്ങനെ ചണ്ടികൾക്ക് തുല്യമായ മനുഷ്യരാണ് പിന്നീട് ബാക്കിയാവുക. ആ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്ന ഒരു പദമുണ്ട്. അത് നമ്മുടെ മനസ്സിനോട് ചേർത്ത് വെച്ച് നമ്മൾ കേൾക്കേണ്ട ഒരു പദമാണ്, ലാ യുബാരിഹിമുല്ലാഹു ബാലതൻ. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും ഈത്തപ്പഴത്തിന്റെയും ചണ്ടികൾക്ക് തുല്യമായി പിന്നീട് വരുന്ന മനുഷ്യർക്ക് ലാ യുബാരിഹിമുല്ലാഹു ബാലതൻ, അള്ളാഹു അവരെ അല്പം പോലും പരിഗണിക്കൂല. അള്ളാഹു അവർക്കൊരു പരിഗണനയും കൊടുക്കൂല.
അവന്റെ റഹ്മത്ത്, അവന്റെ റിള, അവന്റെ സ്വർഗം നൽകുന്ന കാര്യത്തിലൊന്നും അള്ളാഹു അവരെ പരിഗണിക്കൂല. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ചണ്ടികളെന്ന് സമീകരിച്ചവരിൽ പെട്ടവരാണോ, കേവലം ചണ്ടികളെന്ന് നബി തങ്ങൾ പറഞ്ഞവരിൽ പെട്ടവരാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ഉണ്ടാവണം. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതി പഠിപ്പിക്കുന്നത് പോലെ മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കും, ദുനിയാവിൽ പല ഹറാമുകളുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതായ പല രസങ്ങളൊക്കെ ഉണ്ട്. അത്തരം അഡിക്ഷനുകളിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല എന്റർടൈൻമെന്റ്, ജീവിതത്തിലെ ഏറ്റവും നല്ല രസം അതാണെന്ന് നമ്മൾ കരുതും. അള്ളാഹു ഹറാമാക്കിയ പല കാര്യങ്ങളുണ്ട്. രാത്രിയുടെ പാതിരാവുകളിൽ നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ, അതൊക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല രസം എന്ന് നമ്മൾ കരുതും. എന്നാൽ ഖുർആൻ പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ. അള്ളാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, അള്ളാഹു അവർക്ക് ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, ഞാൻ അവർക്ക് ഏറ്റവും തയ്യിബായിട്ടുള്ള ഏറ്റവും നല്ല ലൈഫ് അവർക്ക് ഞാൻ കൊടുക്കും. അത് മരണാനന്തരം സ്വർഗത്തിൽ കിട്ടുന്ന ലൈഫല്ല, ദുനിയാവിൽ പോലും നല്ല രീതിയിൽ ജീവിച്ച, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച ആളുകൾക്ക് അള്ളാഹു ഏറ്റവും നല്ല ലൈഫ് കൊടുക്കും. ഏറ്റവും നല്ല ലൈഫ് നമ്മൾ പോലും അത് അനുഭവിക്കുന്നതാണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു രാത്രി നമ്മൾ ചെലവഴിച്ചു. എങ്ങനെ ചെലവഴിച്ചു? നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫിലായിരുന്നു, അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിലായിരുന്നു, ഖിയാമുൽ ലൈൽ നമസ്കാരത്തിലായിരുന്നു, ഇഅ്തികാഫിലായിരുന്നു. അങ്ങനെ കഴിച്ചു കൂട്ടിയ ഒരു പകൽ, ഒരു രാത്രിയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിലുള്ള ഒരു രാത്രിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. പിറ്റേന്ന് പ്രഭാതത്തിൽ നമ്മൾ നല്ല സന്തോഷത്തിലാണ്, നമ്മൾ നല്ല ഹാപ്പിയിലായിരുന്നു. അന്നത്തെ രാത്രി ഞാൻ അത്ര നിസ്കരിച്ചു, അന്നത്തെ രാത്രി ഞാൻ അത്ര ഖുർആൻ പാരായണം ചെയ്തു, അന്ന ദിവസം ഞാൻ ഇന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി മൂടി മാത്രമേ നമ്മൾ അന്നത്തെ ആ രാത്രിയെക്കുറിച്ച് ഓർക്കാറുള്ളൂ. അതേസമയം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില രാത്രികളുണ്ട്, പല ഹറാമും പല തെറ്റുകുറ്റങ്ങളും ആരും അറിയാതെ നമ്മൾ ചെയ്തു കൂട്ടിയ രാത്രി. ആ രാത്രികളെ വളരെയധികം ദുഃഖത്തോടു കൂടി മാത്രമേ നമ്മൾ ഓർത്തെടുക്കാറുള്ളൂ. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് പകൽ ഉദിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ രാത്രി നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്, നമ്മൾ ദുഃഖിക്കാറുണ്ട്. ഖുർആൻ പറഞ്ഞത് അത്ര കൃത്യമാണ്. അള്ളാഹു ദുനിയാവിൽ നന്മയെന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അത് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു വിമുഖത ഉണ്ടാവും, താല്പര്യം ഉണ്ടാവില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ക്ഷീണം ഉണ്ടാവും, അസ്വസ്ഥ ഉണ്ടാവും. പക്ഷേ അത് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്, മനസ്സിന് ഭയങ്കര ആഹ്ലാദമാണ്. അതേസമയം അള്ളാഹു ദുനിയാവിൽ ഹറാമാക്കിയ പല കാര്യങ്ങളുണ്ട്. ആ ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ആനന്ദമാണ്. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ കാലാകാലം വരെ, മരണം വരെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഇത് തന്നെയാണ് മരണാനന്തര ജീവിതത്തിനും സംഭവിക്കാനുള്ളത്. അള്ളാഹു തുറന്നു പറഞ്ഞു വെക്കുന്നു, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. എങ്ങനെ? ബിഅഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ. അറബിയിൽ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ്, അഹ്സൻ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഭാഷയിൽ പറയുന്നതാണ്. ഏറ്റവും നല്ല രീതിയിൽ ഞാൻ അവർക്ക് പ്രതിഫലം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തിൽ സുബഹിയിൽ സ്ഥിരമായി പാരായണം ചെയ്തൊരു സൂറത്തുണ്ട്, അത് സൂറത്തു സജ്ദയാണ്. ആ സൂറത്തു സജ്ദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കൽപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുക്കിറൂ ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അള്ളാഹുവിന്റെ ഖുർആൻ ആയത്തുകൾ കേട്ടാൽ സുജൂദിലായി വീഴുന്ന ചില മുഅ്മിനീങ്ങളുണ്ട്. ഖറൂ സുജ്ജദൻ, അവർ സുജൂദിലായി കഴിഞ്ഞുകൂടും. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അവർ അള്ളാഹുവിനെ സ്തുതിക്കും, അള്ളാഹുവിനെ വാഴ്ത്തും. തസ്ബീഹിലും ഹംദിലുമായി അവർ ജീവിതം ചെലവഴിക്കും. വഹും ലാ യസ്തക്ബിറൂൻ, ദുനിയാവിൽ അവർ അഹങ്കാരികളായിട്ട്, കിബറന്മാരായിട്ട്, പൊങ്ങച്ചക്കാരായിട്ട് അവർ ജീവിക്കൂല. റബ്ബിനെ പേടിണ്ടാവും. മരണമുണ്ട് എന്നൊരു ബോധ്യം അവർക്ക് ഉണ്ടാവും. മരണത്തെ മറന്നുകൊണ്ടൊരു ജീവിതം അവർക്ക് ഉണ്ടാവൂല. വഹും ലാ യസ്തക്ബിറൂൻ, പാതിരാവിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, അല്ലാഹുവിൽ പേടിച്ച്
അള്ളാഹുവിനുള്ള പ്രതിഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അവരവരുടെ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മുസല്ലയിലേക്ക് വരും. സ്വന്തം കിടപ്പറയിൽ, സ്വന്തം ബെഡ്റൂമിൽ അവർ മുസല്ല വിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കാരത്തിൽ കഴിഞ്ഞുകൂടും. കണ്ണീർ വാർത്തുകൊണ്ട് അവർ അള്ളാഹുവോട് ദുആ ചെയ്യും. അവർ കേവലം നമസ്കാരത്തിൽ മാത്രം ഒതുങ്ങുന്നവരല്ല, അവർ ദുനിയാവിലുണ്ട് അധ്വാനിക്കുന്നുണ്ട്, സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. ആ സമ്പത്ത് കൊണ്ട് ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നുണ്ട്, ഉമ്മാക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്, സഹോദരിക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്. കുടുംബത്തിൽ വീട്ടിൽ കല്യാണം കഴിയാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. അനാഥകൾക്കും യതീമ്യങ്ങൾക്കും വേണ്ടി അവർ ചെലവഴിക്കുന്നുണ്ട്. മറ്റുള്ള ആവശ്യമായ ഇടങ്ങളിലെല്ലാം നോക്കി നോക്കി ദുനിയാവിന്റെ ആവശ്യങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ അവർ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഉഖ്ഫിയ ലഹും, ഖുർആൻ ഉപയോഗിച്ച പദം അങ്ങനെയാണ്, ഞാൻ അവർക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആരും ഇതുവരെ കാണാത്ത രീതിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. മിൻ ഖുർറത്തി അയുൻ, കണ്ണിന്റെ ആനന്ദത്തിനാൽ, കണ്ണിന്റെ ആനന്ദത്തിനാൽ അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നതിനെ, ഞാൻ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതിനെ ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സിനും അറിയില്ല, ഒരു നഫ്സും അറിയില്ല. ഈ ഖുർആൻ ആയത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഖുർആൻ ആയത്തിന്റെ വ്യാഖ്യാനമായി കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, അഅദത്തു ലി ഇബാദി അൽ സ്വാലിഹീൻ മാ ലാ ഐനു റഅത് വലാ ഉദുനു സമഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഇന്നേവരെ ഒരു മനുഷ്യന്റെയും കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ കാതുകൾ കൊണ്ടും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ ഹൃദയം ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ചെയ്യാൻ പോലും സാധിക്കാത്ത, ഇമേജ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാം ഇമേജ് ചെയ്തെടുക്കാൻ, അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കുള്ളത്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിന് പോലും ഇമേജ് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് മരണാനന്തര ജീവിതത്തിൽ എന്നെ ഭയപ്പെടുന്ന അമല് ചെയ്യുന്ന ആമലികൾക്ക് വേണ്ടി, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത്. വീണ്ടും തുടർന്ന് അള്ളാഹു പറയുന്നു, ഫഖ്റഉ ഇൻ ശിഅ്തും, വേണമെങ്കിൽ ഖുർആൻ തുറന്നു വെച്ച് സൂറത്തു സജ്ദ നിങ്ങൾക്ക് ഓതാം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതെന്ന് നിങ്ങൾക്കാർക്കും ചിന്തിച്ചോ ആലോചിച്ചിട്ടോ മനസ്സിലാക്കാൻ സാധിക്കൂല എന്ന് ഖുർആൻ പറയുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരിക്കൽ പാതിരാവിൽ അദ്ദേഹം ഇങ്ങനെ സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ കണ്ടു. ആ മനുഷ്യൻ നമസ്കാരത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അലി, അൻത ഫിൽ ജിഹാദി ഫിൻ നഹാർ, പകലിൽ മുഴുവൻ താങ്കൾ ജിഹാദിലായിരുന്നു. ഇത് റമളാൻ മാസമാണ്. വസിയാം വസബർ, പകലിൽ ആ ജിഹാദിൽ ഏർപ്പെട്ടതിന്റെ പേരിലുള്ള ക്ഷീണമുണ്ട്, ശരീരത്തിൽ മുറിവുണ്ട്, നോമ്പുകാരനായിരുന്നു. സുമ്മൽ ഖിയാമു ഫിൽ ലൈൽ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി കാലങ്ങൾ അങ്ങ് നിന്ന് നിസ്കരിക്കുകയാണോ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു മനുഷ്യനോട് പറഞ്ഞു, ഇന്നി ഉഇദ്ദു ദാലിക ഇന്നി ഉഇദ്ദു ഹാദാ ലിസഫറിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള എൻ്റെ യാത്രക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെക്കുന്നതാണിത്. അള്ളാഹുവിലേക്കുള്ള, റബ്ബിലേക്കുള്ള എൻ്റെ മടക്ക യാത്രക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി, ഞാൻ ഒരു കൂട്ടി വെക്കുന്ന അമലുകാണ് ഞാൻ. അങ്ങനെയുള്ള അമല് ചെയ്യുന്ന ആളുകൾക്കാണ് ആദത്തുൽ ഇബാദി സ്വാലിഹീൻ, അള്ളാഹു വണ്ണമായിട്ടുള്ള പ്രതിഫലം ഉണ്ടാക്കുക. നമ്മുടെ ജീവിതത്തിൽ പതിവായിട്ടുള്ള അമലുകൾ വേണം. 5 നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് പുറമായിട്ട് പതിവായി നമ്മുടെ ജീവിതത്തിൽ അമലുകൾ വേണം. നമ്മുടെ ഉപ്പമാരിൽ, നമ്മുടെ ഉപ്പാപ്പമാരിൽ നമ്മൾ കണ്ടു ശീലിച്ച പല ശീലങ്ങളുണ്ടായിരുന്നു. അതിനെ പഴയകാലങ്ങളിൽ ഔറാദുകൾ എന്നൊക്കെ നമ്മൾക്ക് വിളിക്കുകയായിരുന്നു. പതിവായുള്ള ജീവിതശീലങ്ങൾ, പതിവായി ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം നമുക്ക് വേണം. പതിവായി ദിക്ർ ചെയ്യുന്ന ഒരു സമയം നമുക്ക് വേണം. പതിവായി അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയം നമുക്ക് വേണം. പതിവായി ഒരു ദിവസത്തിൽ റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീർ വാർക്കുന്ന ഒരു സമയം നമുക്ക് വേണ്ട. പതിവായി ആരോരുമില്ലാത്തവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം. പതിവായി ഏതെങ്കിലും രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവാൻ നമുക്ക് സാധിക്കണം. പതിവായി ഏതെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിനോട് ചേർന്ന് വന്നുകൊണ്ട് ദീനിന്റെ ദാവാ പ്രവർത്തന മേഖലകളിൽ, പ്രസ്ഥാന മേഖലയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള അമലുകൾ മാത്രമാണ് നമുക്ക് ഭാഗിയാകുക. ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്, മൻ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ,
നമ്മൾ എന്താണോ ഖൈറ്, എന്ത് നന്മയാണോ നമ്മൾ ചെയ്യുന്നത്, ആ നന്മകളെ നമ്മൾ കാണും, ആ നന്മകളെ നമുക്ക് കാണും. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ മുസ്ലിമാണ്, നമ്മൾ മുഅ്മിനാണ്, വലിയ വലിയ പൻപാപങ്ങളിൽ നിന്ന്, പാപകർമ്മങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ട്, ഇതെല്ലാം മതി എന്നൊരു ധാരണയിൽ അമലുകൾ തീരെ കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് അമൽ ചെയ്യേണ്ടതെന്നുള്ള ആവശ്യമില്ല എന്നൊരു തെറ്റിദ്ധാരണ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ നമ്മളും മഹത്തുക്കളായ സഹാബത്തുൽ കിറാമും താബിഈങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലഘട്ടം എന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബാക്കളെയാണ്, അവർ നിങ്ങൾ ഫോളോ ചെയ്യണം, അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മഹത്തുക്കൾ എന്ന് പറയുന്ന, സ്വർഗത്തിലേക്ക് ആദ്യം കയറിപ്പോറിയ മഹത്തുക്കൾ എന്ന് നമ്മൾ പഠിപ്പിക്കുന്ന, പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു വന്ന എല്ലാ മഹാരഥന്മാരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ജീവിതത്തിലെ അമലുകളാണ്. അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന അമലുകളാണ്, സൽക്കർമ്മങ്ങളാണ്. ആ വിഷയത്തിൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കായിരുന്നു. മഹാനായ അബൂബക്കർ നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം. പക്ഷേ അബൂബക്കറിന്റെയും ഉമറിന്റെ ഇടയിൽ നടന്നൊരു മത്സരമുണ്ട്. ആ മത്സരം ഖിലാഫത്ത് തനിക്ക് കിട്ടണം എന്ന പേരിലുള്ള ഒരു മത്സരമല്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എപ്പോഴും കടുത്ത അസൂയായിരുന്നു. എന്തായിരുന്നു അസൂയൊക്കെ കാരണം എന്നറിയുമോ? എല്ലാ അമലുകളിലും അബൂബക്കർ തന്നെ മുമ്പിൽ, എന്നും ഏറ്റവും ടോപ്പ് അബൂബക്കർ തന്നെ. ഒരിക്കലും എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊരു മാനസിക അവസ്ഥയോടുകൂടിയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖൈബർ യുദ്ധം നടന്ന വർഷം ഹിജ്റ 9-ാം വർഷം, ആ ഹിജ്റ 8-ാം വർഷം, ആ ഹിജ്റ 8-ാം വർഷത്തിൽ നടന്നൊരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങളെല്ലാം വലിയ ക്ഷാമത്തിലും പ്രയാസത്തിലും ഉണ്ടായിരുന്ന വർഷമായിരുന്നു ഖൈബർ യുദ്ധസമയം. ആ സമയം യുദ്ധത്തിന് വേണ്ടി പോവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി, യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വതക്ക ചെയ്യാൻ വേണ്ടി സഹാബാക്കളോട് ആവശ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോയി എൻ്റെ വീട്ടിലുള്ള സമ്പത്തിന്റെ പകുതി സമ്പത്തും എടുത്ത് പള്ളിയിലേക്ക് വന്നു. അത് വലിയൊരു തുക, വലിയൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. അന്ന് ആ സമ്പത്തും എടുത്ത് പള്ളിയിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അൽയൗമു അസ്ബഖു അബൂബക്കർ, ഇന്നത്തെ ദിവസം എനിക്ക് അബൂബക്കർക്ക് തോൽപ്പിക്കാൻ സാധിക്കും എന്നുറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ പള്ളിയിലെത്തി, എൻ്റെ കയ്യിൽ വലിയ ദീനാറും ദിർഹം എല്ലാം ഉണ്ട്, വീട്ടിലുള്ള പകുതി എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ തുച്ഛമായിട്ടുള്ള സമ്പത്ത് പണവുമായിട്ട് എടുത്തിട്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. സഹാബാക്കളെല്ലാം ഒരുപാട് സമ്പത്തുമായിട്ട് വന്നിട്ടുണ്ട്, പലരും പല വലിയ വലിയ സമ്പത്തായിട്ട് വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് സമ്പത്ത് എടുത്തിട്ടാണ് ഈ യുദ്ധാവശ്യത്തിന് വേണ്ടി സദക്ക ചെയ്യാൻ വേണ്ടി വന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വളരെ അല്പം മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ചു, മാദാ അബഖൈത ലി അഹ്ലിക യാ ഉമർ, ഉമറെ എന്താണ് താങ്കൾ വീട്ടുകാർക്ക് വേണ്ടി ബാക്കി വെച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബഖൈതു നിസ്ഫ് വഅതൈതു ബിന്നിസ്ഫ്, എന്റെ വീട്ടുകാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി ഞാൻ പകുതി ബാക്കി വെച്ചു, ബാക്കി പകുതി സ്വത്ത് എടുത്തിട്ടാണ് സദക്ക ആവശ്യാർത്ഥം ഞാൻ പള്ളിയിലേക്ക് വന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, മാദാ അബഖൈത ലി അഹ്ലിക യാ അബാ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബഖൈതു ലഹുമുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രമാണ് എന്റെ വീട്ടുകാർക്ക് വേണ്ടി ബാക്കിയാക്കിയത്. പറഞ്ഞതിന്റെ അർത്ഥം വീട്ടിലൊന്നും ബാക്കി വെച്ചിട്ടില്ല, വീട്ടിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. വീട്ടിലുള്ള മുഴുവൻ എടുത്തിട്ടാണ് അള്ളാഹുവിന്റെ ഈ ദീനിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. അതിൽ വീട്ടുകാരും തൃപ്തരാണ്. കാരണം വീട്ടുകാർ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഉമ്മ റുമ്മാനാണ്. മക്കൾ ആയിഷയും അസ്മാ റളിയല്ലാഹു അൻഹയെ പോലുള്ള വലിയ വലിയ സഹാബത്തുൽ കിറാമാണ്. അവരും തൃപ്തയാണ്, വീട്ടിലുള്ള എടുത്തിട്ട് ഉപ്പ പോയതിന്റെ വിഷയം തൃപ്തരാണ്. അബഖൈതു ലഹും, അല്ലാഹു വറസൂൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ. ആ ഹദീസിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ലാ അസ്ബഖ അബാ ബക്കർ അബദാ, മരിക്കുവോളം അബൂബക്കറിനെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കൂല എന്നെനിക്ക് ബോധ്യമായി. അമലുകളുടെ വിഷയത്തിൽ പരസ്പരം മത്സരിച്ച മഹാരഥന്മാർ, ജീവിതത്തിൽ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി പരസ്പരം മത്സരിച്ച മഹാരഥന്മാർ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അമലുകൾ പതിവാക്കാൻ, സാധ്യമാകുന്ന സൽക്കർമ്മങ്ങൾ പതിവാക്കാൻ, അങ്ങനെ ഒരു ആമിലായി മാറാൻ, ആമിലിന് അറബിയിൽ പണിക്കാരൻ എന്നൊരർത്ഥമുണ്ട്. അള്ളാഹുവിന്റെ പണിക്കാരായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ പണിക്കാരായി മാറാൻ നമുക്ക് സാധിക്കണം. ഫളീലത്തുൽ ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ എന്ന് പറയുന്ന മഹാനായ ഹറമൈനിലെ പണ്ഡിതനുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വെക്കുന്ന, അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു വെക്കുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കൽ ഹറമിൽ റമദാൻ മാസത്തിൽ വന്നിരുന്നു. റമദാനിലെ അവസാനത്തെ 10 അത്.
ഖിയാമുൽ ലൈൽ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് ഖിയാമുൽ ലൈൽ നമസ്കാരത്തിൽ ഹറമിൽ പാരായണം ചെയ്തുകൊണ്ടിരുന്നത് 3.5 ജുസ് ആയിരുന്നു. 3.5 ജുസ് പാരായണം ചെയ്തിരുന്നു. ആദ്യത്തെ 2 റക്അത്തിൽ 1 ജുസ് പാരായണം ചെയ്യും, രണ്ടാമത്തെ 2 റക്അത്തിൽ അര ജുസ്, മൂന്നാമത്തെ 2 റക്അത്തിൽ അര ജുസ്, നാലാമത്തെയും അഞ്ചാമത്തെയും 2 റക്അത്തിൽ അര ജുസ് വീതം 3.5 ജുസ് പാരായണം ചെയ്യും. ഏകദേശം സൂറത്തുൽ ബഖറയും അതിനുശേഷമുള്ള ആലു ഇംറാന്റെ പകുതി ഭാഗവും ഓതിവെക്കും. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടൊരു കാഴ്ചയാണ്. ഹറമിൽ ഞാൻ ഇബാദത്തിലായി കൊണ്ട് ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഇന്തോനേഷ്യക്കാരനായ ഒരു മനുഷ്യൻ, സാധാരണ ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തിന് ഒരൊറ്റ കാല് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നടക്കാൻ വേണ്ടി ഒരു ഊന്നുവടിയുണ്ട്. ആ ഊന്നുവടിയിൽ ഊന്നുകൊണ്ട് പള്ളിയിലെ ആ സഫിലേക്ക് മനുഷ്യൻ വരുന്നു, കൈ കെട്ടുന്നു. 3.5 ജുസ് പാരായണം ചെയ്യുന്ന നമസ്കാരത്തിൽ അയാൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് സുജൂദിലേക്കും റുകൂഇലേക്കും വീണ്ടും ഇഅ്തിദാലിലേക്കും ഖിയാമിലേക്കും ഒന്ന് നമസ്കരിക്കുകയും ആ നമസ്കാരം പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ എന്ത് ന്യായീകരണങ്ങളും ഒഴിവ് കഴിവുകളാണ് ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ബാദിറു ബിൽ അഅമാലി സബ്അൻ. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ 7 കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. ആ 7 കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് പരമാവധി അമലുകൾ ജീവിതത്തിൽ സജ്ജീവാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പ്രവാചകൻ ചോദിക്കുന്നു, ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ. ഇന്ന് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പണവും സമ്പത്തൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ സമ്പത്തും പണവും എല്ലാം നഷ്ടപ്പെട്ട് ഭാവിയിൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ദാരിദ്ര്യത്തിലേക്ക് പോയാൽ പിന്നെ പണം ഉണ്ടാക്കാനുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ആ ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ആലോചന മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ. അങ്ങനെ ഒരു ദാരിദ്ര്യം വരുന്നതിന് മുമ്പായി പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ ഗൈറ മുത്ഗിയ, അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ വരും, ഒരുപാട് സമ്പത്ത് വരും. ഒരു ഷോപ്പുള്ള 2-3 ഷോപ്പൊക്കെ തുറക്കും. ഷോപ്പുകൾ അധികരിക്കുന്നതനുസരിച്ച് ജീവിതത്തിന്റെ തിരക്കുകളും കൂടും. ആ തിരക്കുകൾ കൂടുന്നൊരു സന്ദർഭമാകുമ്പോൾ അമൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ഇന്ന് അമൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഔ ഫഖറൻ മുഫ്സിദ, അല്ലെങ്കിൽ ഔ മറളൻ മുഫ്സിദ, നിങ്ങൾ ഇന്ന് ആരോഗ്യവാന്മാരാണ്. ഈ ആരോഗ്യമെല്ലാം മാറി രോഗാവസ്ഥയിലേക്ക് കിടക്കപ്പായയിൽ കിടന്നു പോകുന്നൊരവസ്ഥ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് മുട്ട് വളച്ചുകൊണ്ട് സുജൂദും റുക്കുവും ചെയ്യാൻ പോലും സാധിക്കാത്തൊരു ജീവിതത്തിന്റെ പ്രായം നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. ആ രോഗാവസ്ഥ വരുന്നതിന് മുമ്പായി ജീവിതത്തിൽ സാധ്യമാവുന്ന അമലുകൾ ചെയ്യാൻ സാധിക്കണം. ഔ ഹറമ മുഫ്രിദ, വാർദ്ധക്യം വരാനുണ്ട്. കണ്ണ് കാണാൻ സാധിക്കാത്ത, നന്നായി ഒന്ന് നടക്കാൻ സാധിക്കാത്ത, ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാത്ത ഒരു വാർദ്ധക്യം വരാനുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചു, ഔ മൗതൻ മുജ്ഹിസ, മരണം മുമ്പിൽ വരാനുണ്ട്. ദജ്ജാൽ മുമ്പിൽ വരാനുണ്ട്. ഖിയാമത്ത് നാൾ വരാനുണ്ട്. ഈ 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പായി നിങ്ങളുടെ ജീവിതത്തിൽ പരമാവധി അമലുകൾ കൊണ്ട് സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. അവസാനം ഒടുക്കം മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നൊന്ന് നീട്ടിക്കിട്ടണേ എന്ന് നമ്മൾ എത്ര കാത്തിരുന്നാലും എത്ര നമ്മൾ ആഗ്രഹിച്ചാലും നടക്കൂല. ഫിർഔന്റെ കഥയെക്കുറിച്ച് സൂറത്തുൽ യൂനുസ് പരാമർശിക്കുന്നുണ്ട്. ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനെ പിടികൂടാൻ വേണ്ടി മൂസ അലൈഹിസ്സലാമിന്റെ പിറകെ പോയി. ചെങ്കടലിൽ മുങ്ങിത്തായുന്ന സമയത്ത് ഫിർഔൻ വിളിച്ചു പറഞ്ഞു, ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖു ഖാല ആമന്തു. ചെങ്കടലിൽ മുങ്ങിത്തായുന്ന സമയത്ത് ഫിർഔൻ വിളിച്ചു പറഞ്ഞു, ആമന്ത്, ഞാൻ വിശ്വസിച്ചു, ഞാൻ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാം. ബനൂ ഇസ്രായേലുകാരും മോശയും വിശ്വസിച്ചിരിക്കുന്ന അള്ളാഹു ഞാൻ വിശ്വസിച്ചു എന്ന് ഫിർഔൻ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ ഫിർഔനോട് പറയപ്പെട്ടു, ആന, ഇപ്പോഴാണോ ഫിർഔന് നിനക്ക് നന്നാവാൻ സമയം കിട്ടിയത്? ഇപ്പോഴാണോ നിനക്ക് മാറാനൊരു ചിന്ത വന്നത്? ഇതിനു മുമ്പ് നീ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതായിരുന്നു, അള്ളാഹുവിനെ അനുസരിക്കാത്തവനായിരുന്നു. ഇതുപോലെ മരണമെത്തുന്ന സന്ദർഭത്തിൽ സക്രാത്തിന്റെ നിമിഷത്തിൽ ഒന്ന് മാറണം, ഒന്ന് അമൽ ചെയ്യണം എന്നാഗ്രഹിച്ചാൽ സമയം നീട്ടിക്കിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവസ്ഥയിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അമലുകൾ കൊണ്ട് ജീവിതം ധന്യമാക്കാൻ, സജീവമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.